അപ്പൊ ചീഞ്ചട്ടി ഇല്ലാത്തപ്പോ എങ്ങനെ ചീഞ്ചട്ടി ഉപയോഗിക്കാം, അതുപോലെ തന്നെ എണ്ണയില്ലാതെ എങ്ങനെ സോയാബീൻ വറക്കാം, അതുപോലെ തന്നെ പിന്നെന്താ വാക്കക്കലവും അതുപോലെ തന്നെ അടവരക ഇല്ലാതെ എങ്ങനെ ചോറ് വാർക്കാം എന്നുള്ള ഐഡിയകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗായ്സ്. മസ്റ്റാണ് നിങ്ങൾ വാച്ച് ചെയ്യാൻ വേണ്ടി മറക്കരുത് മുഴുവനാ. വെച്ചിട്ടിപ്പോ അമ്മ ഞങ്ങളെ കുറെ വഴക്ക് പറഞ്ഞത് വീട്ടിൽ നിൽക്കുമ്പോ നീയൊക്കെ പഠിക്കണോടാ, നിനക്കൊന്നും വാർക്കാൻ പോലും അറിയില്ലേ. വീട്ടിൽ നിന്ന് അറിയുമോ അയ്യോ വാർക്കല്ലേ ശക്തിമാനാവാണ്. അതെ കാണുന്നുണ്ടല്ലോ നിങ്ങള് ശക്തിമാന്റെ. ഓ അയ്യോ അടിപൊളി ബീഫ് പോലെ ഉണ്ട്. കഴിച്ചു നോക്കിയിട്ട് എനിക്ക് തന്നെ ഇതിനകത്ത് മുക്തി നേടാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണോന്ന് അറിയില്ല, നമ്മുടെ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാൻ കാണാൻ പറയല്ല, സോ ടേസ്റ്റി ഫുഡ്. ഞാനെടുത്തു. അയ്യോ അങ്ങനെ കൊടഞ്ഞ് വായിക്കോടി പുറത്തെ ആളാ പാത്തിന് ആക്കി. ഇതെന്ന് വെച്ചാൽ ആര് കാണിക്കുന്നേ ടൗണി പോയിട്ടാണ് എടുക്കുന്നത്. വീഡിയോ എടുക്കുമ്പോഴേക്ക് ചലച്ചോണ്ടങ്ങ് വന്നോളും. എവിടെയാണ് ബ്രെഡ്? എങ്ങനെ താഴെ പോയി ബ്രെഡ് ജാമ എടുത്ത് തന്നെ? അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗായ്സ്. മറ്റേ വെട്ടി വിഴുങ്ങി ഞങ്ങള്. ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു അങ്കിളാണ് അതല്ലേ മറ്റേ. താഴെ പോയി ബ്രെഡും ജാമും ഇല്ലായിരുന്നു. ഫ്രീസറിൽ നിന്ന് കട്ടയായിപ്പോയി. അങ്ങനെ വയറുവേദന എടുത്ത് പൊളഞ്ഞു ഞാൻ. ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ഡാന വ്ലോഗിലേക്ക് സ്വാഗതം. പറയണ സ്വാഗതം. എന്താ നിനക്ക് പറഞ്ഞൂടെ ഗായ്സ്? അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന വീട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുകയാണല്ലേ. അപ്പം നമ്മളാണ് ഗായ്സ് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എന്നോട് ഒരുപാട് പേര് കുക്കിംഗ് വീഡിയോ ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പം അങ്ങനെ സോയാബീൻ്റെ കവർ വെച്ച് തല്ലിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഒത്തിരി പേര് കുക്കിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കെട്ടോടെ അച്ചാടി. അപ്പൊ ഗായ്സ് അപ്പൊ നമ്മള് ഞങ്ങൾ 3 പേരുമാണ് ഗായ്സ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് കുക്ക് ചെയ്യുന്ന ഒരു ഉദ്ദേശമില്ല. അപ്പൊ കാര്യം ഇവിടെ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. ചെറുപയറ്, വൻപയറ്, വേറെ ടൈപ്പ് ഒത്തിരി പയറുകളും പൊടികളും എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അരിയുണ്ട്. ആട്ടെ മാവൊന്നും കണ്ടില്ല. അതുകൊണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഓർത്തിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കഞ്ഞിയും വെച്ച് ചോറും വെച്ച് സോയാബീൻ കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത്രയും നാളെ വീട്ടിലുണ്ടായിരുന്നിട്ട് ഞങ്ങളൊരു കറി പോലും വെക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മേൻ്റെ അടുത്ത് മാറി നിന്നപ്പം ഒറ്റയ്ക്കാണ് കഞ്ഞിയും കറിയും വെക്കേണ്ടത്. അതെ, അങ്ങനത്തെ പേടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് ട്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അവന്റെ മേളിൽ ഇവിടെ കഞ്ഞി വെക്കുന്നതിന്റെ ബിസിയാണ്. അപ്പൊ വൺ വീഡിയോയിലേക്ക് കടക്കാല്ലേ ഗൈസ്? Okay guys, let's start our cooking video. ഈ പരിപാടിയൊക്കെ വീട്ടിൽ ചെയ്യാൻ കൂടിയ നന്നായേനെ. അയ്യോ എന്താ ചെയ്യാൻ പണിയെടുക്കാത്ത ഒരാളാണ്. അതെ 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 ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ സോയാബീൻ 20 സോയാബീൻ ഇത് വലിയ സോയാബീനാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴേക്ക് ഇത് വലുതാവും. അതുകൊണ്ട് 20 സോയാബീനുകൾ നമ്മളിത് ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അരമണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. കാരണം നന്നായിട്ട് കുതിരണ്ടേ. പപ്പടം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. പപ്പടോ? നമ്മള് സോയാബീൻ കറി അല്ലേ വെക്കണേ. അപ്പൊ നന്നായിട്ട് കുതിർന്നില്ലേ അതിന്റെ ഉള്ളില് വേഗമില്ല, തിന്നുമ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ വറക്കുമ്പോഴായാലും കറി വെക്കുമ്പോഴായാലും നല്ല കുതിർന്നിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് കുതിരാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. അപ്പൊ നമ്മളിപ്പോ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. ചോറ് നമുക്ക് ഉണ്ടാക്കണം. ചോറ് അരി എവിടെ? അരി എടുത്തിട്ടില്ല. മമ്മ പറഞ്ഞ അത്രയും റൈസാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം മമ്മേൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ഗൈസ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ നാഴിയില്ല കേട്ടോ. ഇത്രയും വലിയ നാഴിയില്ല. നോക്കട്ടെ, അളവ് മതിയായിരുന്നു. എൻ്റെ അമ്മ ഇതിന് അളവുണ്ടോ? എവിടെയെങ്കിലും അളവുണ്ടോ? ഇല്ല അല്ലേ? മമ്മയ്ക്ക് അമ്മച്ചിക്ക് ആർക്കെങ്കിലും നമുക്ക് എന്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ചോദിക്കാം. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നാഴി ചെറിയ നാഴിയാണ്. വലിയതല്ല, ഇത് വലിയ നാഴി കേട്ടോ. നമ്മളിത് ഇത്ര അരി എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ വേണം നമുക്ക് തോന്നുന്നില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ അരി എടുക്കട്ടെ കേട്ടോ. ഗായ്സ് അങ്ങനെ നമുക്ക് വേണ്ട
അടുക്കള കയറി മുമ്പ് തുടങ്ങി. നമുക്ക് വേണ്ട അരി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും ടോപ്പില് വെള്ളമില്ല. ഇവിടെ ഭയങ്കര ചൂടാണേ. ആ മോട്ടർ ഇടാനൊന്ന് പറഞ്ഞേക്കട്ടെ. പിന്നെ വെള്ളം വന്ന് നമുക്ക് അരി കഴുകിയിട്ട് വേണം നമുക്ക് അരി ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെള്ളം വരുമ്പോഴേക്കും നമുക്ക് സോയാബീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനം മനസ്സിലാക്കാം. അപ്പോൾ അത് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയൊരു മുള്ളി ഇട്ടിട്ടുണ്ട്. അല്ല ഉള്ളി 3 മതി. മതിയോ? 2 തക്കാളി വരെ. 2 തക്കാളി മതി. 2 തക്കാളി. മുളക് എടുക്കാൻ 4 എടുത്തോ. 4 മതിയാവും. അപ്പൊ ഗായ്സ് നമുക്ക് ഇവിടുന്ന് പാത്രം എടുക്കാവേ. ഇപ്പഴേ എരിയാൻ തുടങ്ങി മുളക് എടുക്കുന്നതിന് മുമ്പേ. അതെ അതെ. ഇവിടെ മേളാണ് ഗായ്സ്. അപ്പൊ നമ്മളിത് ഉള്ളിയും തക്കാളിയും പിന്നെ 4 മുളകും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളിന്റെ ഇത് റിമൂവ് ചെയ്യട്ടോ. തൊണ്ടല്ലേ? ഓക്കെ ഗായ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിന്റെ തൊണ്ട നമുക്ക് കൊടുക്കാം. എടാ കത്തി എടുത്തോട്ടോ. നമ്മുടെ വീട്ടിലെ കത്തിക്കോട്ട് മാറിയാ തോന്നുന്നു. എല്ലാവർക്കും അവസ്ഥ ഇതല്ലേ ഗായ്സ്? കത്തികൾക്കൊന്നും വാങ്ങുമ്പോ നല്ല നല്ല ട്രിക്കായി തൊട്ടതോടെ വെള്ളം നിന്നു. അതുള്ള കാര്യം പറഞ്ഞു. പിന്നെ അതന്നെ. വെള്ളം വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യോ ഉള്ളിത്തൊണ്ട് വിളിക്കാം ഗൈസ്. അപ്പൊ ഉള്ളി അരിയുമ്പോ എല്ലാവർക്കും അറിയാലോ അല്ലേ? പൊളിച്ച് കളയുന്നേ. അത് കളയാൻ പറ്റിയ അത് കളയാനാണ് ശരിയാവുള്ളൂ. എപ്പോ ഉള്ളി കളയാനുള്ള നമ്മൾ ഇതിന്റെ പുറത്തില്ലേ ഇത്രയും കളയണം. സോറി ഗൈസ്. കണ്ടില്ലേ ഇത്? എടാ ചെറിയ ഉള്ളികളില്ല കൂടെ. ഈ ഒറ്റ വെല്ലുള്ളി മതി ഗായ്സ്. അപ്പൊ നമ്മുടെ വാവാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയും കൊണ്ടൊരു മേള ഉണ്ടാക്കി നമ്മളൊക്കെ ഉള്ളിയിൽ കുളിപ്പിക്കുന്ന സ്വഭാവം. എന്റെ ദൈവമേ, പറയുന്ന ആൾക്കാർ കേമാണോ? സത്യം ഉള്ളിയും കൊണ്ടൊരു കളി ഇല്ല കേട്ടോ, വെറുതെ പറയാണേ ഗൈസ്. ഞാൻ പറയുന്നത് സത്യാണേ. അതോ ഉണ്ടാക്കിയിട്ട് എന്തിനാ കഴിക്കാൻ വന്നത്? ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിട്ട് അത് കഴിക്കാൻ വന്നിട്ടല്ലേ? പിന്നെ പറഞ്ഞപ്പോ ബ്രെഡോ ജാമോ ഇല്ലാതെ ചാവും ഗൈസ്. മധുരക്കറി ആയി പോകും. അതെനിക്ക് മധുരം ഗൈസ്. കറിക്ക് മധുരം ഉള്ളതുകൊണ്ടല്ലോ മോസ്റ്റ് ദേഷ്യം എനിക്ക്. അല്ല കയ്യും കാലം മുറിച്ചേക്കല്ലേ കത്തി അങ്ങനെ പിടിച്ചിട്ട് നടുവേ അത് കട്ട് ചെയ്യോ? അതെല്ലാം വാഷ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. സ്ട്രെച്ച് ചെയ്താ കൊച്ചെന്താ അതിന്റെ ഇടയ്ക്ക് സർക്കസിന് പോകുന്നത്? ദൈവമേ വെള്ളമില്ലല്ലോ പൊട്ടന്മാരെ. അത് ശരിയാ. ഇപ്പൊ അതവിടെ മാറ്റി വെക്ക്. എന്നിട്ട് അയ്യോ അങ്ങനെ മുറിച്ച് കഴിക്കാൻ അതിന്റെ മുഴുവൻ പോവും. നല്ല കാര്യല്ലേ? കണ്ണറിയാതിരിക്കില്ലേ പൊട്ട? അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം പോവും. പിന്നെ പൊട്ട ഗായ്സ്. ഉള്ളി അരിയുമ്പോ കണ്ണ് നിങ്ങൾക്ക് നീളാതിരിക്കണമെങ്കിൽ ഉള്ളി അരിഞ്ഞ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ചെറു ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. അതിപ്പോ ഏത് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലുള്ള ഇത് ഈ കൈപ്പൻ സാധനം നമുക്ക് മുറിച്ച് കളയണം. ഉള്ളിന്റെ ബ്രെയിൻ ആണ് കട്ട് ചെയ്ത് കളയുന്നത്. കുഞ്ഞാറ്റിനെ പോലെ ബ്രെയിൻലെസ് ആവും. അതെ, എനിക്ക് 2 ബ്രെയിനാ. അയ്യേ കളിമൺ ഫാക്ടറി എന്താ എനിക്ക് പറയുന്ന ചാണകമൊക്കെ എന്താ പറഞ്ഞേ? ഉള്ളി നടുവേ അരിയണ്ടെന്ന് പറഞ്ഞപ്പോ കേട്ടില്ലായിരുന്നല്ലോ. ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞത് അത് കഴുകിയിട്ട് ആക്കിയാൽ മതി. എന്റെ കണ്ണ് നേർന്നു. ഇത് കണ്ണ് നിറഞ്ഞു വന്നിട്ട് ഫസ്റ്റ് വെള്ളമാണിത്. കഴുകി അരി മുഴുവനുണ്ടല്ലോ. ഇവിടുത്തെ അരി എന്ന് പറഞ്ഞിട്ടുണ്ടെ ചെറിയ അരിയാണ്. ബിരിയാണി റൈസ് പോലത്തെ അരിയാണ്. അവിടെ നിന്ന് കഴിച്ച് നമുക്ക് തടിയും വെക്കൂല. അതുപോലെ നല്ല ശക്തിമാനാവാണ്. അതെ, കാണുന്നുണ്ടല്ലോ നിങ്ങള് ശക്തിമാന്റെ. അപ്പൊ നമുക്ക് അരി നന്നായിട്ട് കഴുകുന്നുണ്ട്. പറഞ്ഞാൽ അരി കഴുകിയ വെള്ളം വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നീല കളറിലാണ് വരുന്നത്. അല്ല പച്ച. അല്ല വണ്ടർ. അല്ല ഞാനാണ് പൊട്ടൻ. നീയാണ്. ഞാനാണ് വീട്ടി. ആ വെള്ളം വരുന്നുണ്ട്. പറയണ്ട അറിയും. ക്ലൈമാണ് ഇടയ്ക്ക് നോക്കി ഇതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയി. എന്റെ വയലേക്ക് ഇച്ചിരി ഒഴുക്കി വെള്ളം. തൊടാൻ പാടില്ല. ഇത് ഞരമ്പ് രോഗി.
ഗൈസ് അപ്പൊ പറഞ്ഞത് അരിയൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പൊ ഈ അരി കഴുകിയത് സ്ഥലത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. അത് തിളപ്പിക്കാൻ വെക്കണ്ടേ? 2-3 ഗ്ലാസ് വെള്ളം ഒഴിക്കാറുണ്ട്. അരിന്ന് എടുക്കുമണ്ട ഗൈസ്. അപ്പൊ അയിന്നൊക്കെ മുറിച്ച് കൈ മുറിച്ച് കറിഞ്ഞേക്കല്ലേ. അപ്പൊ ഗൈസ് നമുക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ എടുക്കാൻ മറന്നു പോയായിരുന്നു. അപ്പൊ ഇതാ വെളുത്തുള്ളി ഇഞ്ചി. അപ്പൊ ഇഞ്ചിന്റെ ഇത് പകുതി മതി നമുക്ക്. അയ്യോ തിരിച്ചു പിടിച്ച ഞാൻ മുറിച്ചേ. കത്തിക്ക് ഒരേ മുഖം അപ്പുറം ഇത്രയും ഇഞ്ചി മതി നമുക്ക്. ബാക്കി ഇഞ്ചി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പൊ അതിന്റെ തൊലി ചിരണ്ടിക്കോട്ടോ. തൊലി നമുക്ക് ചിരണ്ടണം. അതൊരു ഭയങ്കര അവിടെ നിന്ന് ഒരു പാത്രം എടുക്കുക ഈ വേസ്റ്റ് എല്ലാം വെക്കാൻ. ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടോ. എല്ലാ വേസ്റ്റിന്റെ ഉള്ളിലേക്കാണ്. അല്ല ഇവിടെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം ലാസ്റ്റ്. ശരിയാ. ഇപ്പൊ ഇഞ്ചിന്റെ തൊണ്ട് നമുക്ക് നന്നായിട്ട് കളയാം. ഇതിപ്പോ നഖം ഉള്ളതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. വെറുതെ നിന്നാ മതി നഖം പൊട്ടി പോവാൻ. അപ്പൊ കത്തിയല്ലേ ഗൈസ്. എന്റെ മുച്ചുണ്ടനായി പോയി. എന്റെ കണ്ടില്ല ഇതാ ഇവിടെ പൊട്ടിയിരിക്കണോ. എന്റെ കണ്ടില്ലേ മോസ്റ്റ് അവസ്ഥയാണ്. ഇതിന് മാത്രം നോക്കിയിട്ട് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പൊ വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്നും കൂടി ചതക്കണം കേട്ടോ. അപ്പം വെളുത്തുള്ളി ശരിക്കും പേസ്റ്റ് ആക്കിയാണ് കറി ചേർക്കണ്ടേ. ഇവിടെ മിക്സിയൊക്കെ എന്താണോ നമ്മുടെ വീട്ടിലാത്തോണ്ട് എല്ലാം യൂസ് ചെയ്യാനൊക്കെ എന്തോ ഒരു കുക്കറാണെങ്കിൽ നമ്മളൊന്നുകൂടി ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ പേടിയാണ്. മമ്മ പറഞ്ഞു കുക്കർ എടുക്കണ്ടെന്ന്. അതുകൊണ്ട് കാരണം കുക്കറിന് ഇടയ്ക്ക് ചീത്ത സ്വഭാവം ഉണ്ട്. കാരണം കുക്കർ യൂസ് ചെയ്യാതെയാണ് ചെയ്യാൻ. മുകളിലത്തെ സാധനം ഇവിടെ പോയി നമുക്ക് തക്കാളി കഴുകണം. കഴുകിയത് ഇവിടെ വെച്ചോ. അയ്യോ നമ്മുടെ പേടിക്കണ്ട, അത് വാഷ് ബേസിനാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങളെല്ലാം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് തക്കാളി മുളകും എല്ലാം. വെളുത്തുള്ളി വേണ്ട മണ്ടൻ. ഇന്നലെ സത്യം പറഞ്ഞാല് ഫുഡ് ഉണ്ടാക്കാൻ മെയിൻ കാരണം ഇതാണ്. ഒന്ന് പറയേ, നമുക്കൊന്ന് തിന്നണം വല്ലതും. ഒന്നും മിണ്ടല്ലേ. പറയേ. ഫുഡ് പോയ്സൺ ആയിരുന്നു കഴിച്ച് സത്യം എടുത്തത്. ദോശ കഴിച്ചിട്ട് എനിക്കാണ് പ്രശ്നം പറ്റിയത്. ദോശന്റെ കൂടെ എന്തോ ഒരു കറി, എന്തോ ഒരു കുഴമ്പുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് വാവാറ്റയും പെങ്ങളൊക്കെ മോസ് തിന്നു. ഞാൻ മോസ് തിന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് മോസ്. ഭാഗ്യം ഇവർക്ക് കഴിക്കാത്ത പോയി ബ്രെഡും ജാമും ഇല്ലായിരുന്നു. ഫ്രീസറിൽ നിന്ന് കട്ടയിപ്പോയി. ജാമിന് എവിടെയാണ് ബ്രെഡ്? ജാമില്ല. എങ്ങനെ താഴെ പോയി ബ്രെഡ് ജാമ എടുത്ത് തന്നെ? എന്തോ ഒരു കുഴമ്പും കുട്ടിയുള്ള ദോശയെല്ലാം കൂടി വെട്ടി വിഴുങ്ങി ഞങ്ങള്. വിശന്നിട്ട് കണ്ടു കാണാതെ. ഞാനിട്ട് എന്റെ അടുത്തുണ്ടായിരുന്ന 2 ഗുളിക ഉണ്ടായിരുന്നു അസിഡിറ്റി. അത് കഴിച്ചിട്ട് വയറുവേദന മാറുന്നില്ല. പിന്നെ ഓട്ടായിരുന്നു നേരെ ബാത്റൂം ആടി വിളിക്കുന്നു ചേട്ടനെ. നിങ്ങൾക്ക് ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ലോ കുഴപ്പം. ഇത് ഞങ്ങൾ ഈ അടുക്കള ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടാക്കിക്കൊടുത്തു. ലാസ്റ്റ് മോരുവെള്ളം തന്നു പോയിട്ട്. അയ്യോ, അങ്ങനെ കുടഞ്ഞ് വായിക്കൂടി പുറത്തെ ആളാ പാട്ടിന് 2 പ്രാവശ്യം അടുപ്പിച്ച് ഞാൻ പോയിട്ട് കോവിഡൊക്കെ ചെയ്ത് സീനായി. അങ്ങനെ വയറുവേദന എടുത്ത് പൊളഞ്ഞു. ഞാൻ ഇച്ചിരി ബാക്കിലേക്ക് എനിക്ക് അഭിനയം കാണുന്നില്ല. അല്ല കേട്ടോ, അഭിനയല്ല, ഒറിജിനൽ ആയിരുന്നു. പുറം തിരുമ്മി കൊടുത്ത് രാത്രിക്ക് ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിലുള്ള വെള്ളം എല്ലാം ഈ കൊച്ചിന്റെ എണ്ണാക്കിൽ ഞങ്ങൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെയാണെങ്കിൽ വെള്ളത്തിന് മോശം ദാരിദ്ര്യമാണ് കേട്ടോ. കാരണം നമ്മൾ വെള്ളം കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ വെള്ളമില്ല. അല്ലാത്തപ്പോ ഈ റൂമിൽ കയറിയ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടുന്ന് മോശമായിട്ട് ഫുഡ് പോയ്സൺ എനിക്ക് പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡിനോട് വാങ്ങണ്ട. ഇവിടെ കാര്യം എല്ലാം ഉണ്ട്, നമ്മൾ ഉണ്ടാക്കിയാൽ പോരെ. പുറത്തുപോയി ഫുഡ് വാങ്ങേണ്ട ആവശ്യം. അതെ, അതും വലിയൊരു പോയിസൺ ആവുന്നതാണ് നമ്മുടെ പേടി. പങ്കൻ കഴിച്ചത് തക്കാളി അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മോസ്റ്റ് ആക്കിയാൽ നീളത്തിൽ അറിയത്തില്ലായിരുന്നോ? ആലോചിക്കാൻ പോലും പറ്റില്ല. വെറുതെ അങ്കിള് തക്കാളി അതോടെ ഇടുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ ബിഗ് പീസ് ആയിട്ടാണ്. അതെ,
ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് അതോടെ കിട്ടും. കാരണം നമ്മൾ വഴറ്റുമ്പോൾ ഇത് നന്നായിട്ട് അതുകൊണ്ട് ചെറുതാക്കി കഴിയുന്ന കേസ് നല്ലത്. അങ്ങനെ ഭയങ്കര തക്കാളി ഭയങ്കര ചൂട്. ഭയങ്കരമായിട്ട് നമുക്ക് എനിക്ക് വല്ല വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ തോന്നുന്നു. ഒരു കാര്യമില്ല. തുറക്കൂ, എല്ലാവരുടെ മോന്തെ പേടിക്കൂ. എന്റെ അമ്മോ കേക്കാം. ആ അങ്ങനെ അരിഞ്ഞാ മതി. ഇനി അത് കൂടുതലാക്കി അരിയണ്ട, അങ്ങനെ നീളത്തിൽ മതി. തക്കാളി ജാം മോസ്റ്റ് ആയിരിക്കും. അത് മതി, അത്ര നീളം മതി. അല്ല അതിനെയും കുഞ്ഞിതാക്കണ്ട. കൊച്ചു പഠിച്ച എല്ലാ കാര്യവും ഇവിടെ പറ്റുന്നുണ്ട്. 1 സെന്റിമീറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇതാ വേഗം അരിഞ്ഞോട്ടോ. ഫുള്ളായിട്ട് അരിയണേ. ഇതെന്ന് വെച്ചാൽ അരി കാണിക്കുന്നേ. പൊട്ടന്മാരെ ആ വെള്ളം തിളച്ചു വേണം അരി വെള്ളം തിളപ്പിക്കുന്നു. ദൈവമേ എന്ത് പൊട്ടത്തരാറ്റ കാണിക്കുന്നേ. ദൈവമേ ഇതെന്നെ ഊളനാണോടാ. ദൈവമേ വെള്ളം തിളച്ചിട്ടാണ് പൊട്ട അരി ഇടുന്നത്. ഇത് അരിയും വെള്ളം എല്ലാം ഒരുമിച്ചിടുന്നത്. അതെ ആ അടുക്കിയിരിക്കുന്ന ആ ഇത് കണ്ടോ, എന്ത് മൊറോ അതിന്റെ പേരെന്ത്, ചെമ്പോ അല്ലല്ല എന്നൊരു പേര് പറയണോ, ഡ്രമ്മല്ല, പറ പറ പറ. ആ പറ വലിക്കുക എല്ലാം കൂടി തലയിൽ വീഴും. ണ്ടല്ലേ ഗായ്സ്. അപ്പൊ പൈങ്കിളിതേ ഈ വെജിറ്റബിൾസ് എല്ലാം അരിയുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അരി അടുപ്പിലിടാം. പങ്ങ തിരിച്ചു പിടിച്ചോണ്ടായിരുന്നതേ കൈ മുറിയൂട്ടോ ഗായ്സ്. അപ്പൊ നമ്മളിതേ വാവാറ്റപ്പൊട്ടൻ എന്തൊക്കെയോ ഭ്രാന്ത് കടന്ന് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വേല കിരിവേലയല്ല 10,000 വേല ചെയ്യുന്നത് നമ്മുടെ വാവാറ്റയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നു, വേഗം നമുക്ക് അരി വെള്ളത്തിലിടാം. അല്ല അരി അടുപ്പിലിടാം, എന്തേലും ചെയ്യാം. വാ ഗായ്സ് അങ്ങനെ നമ്മുടെ തക്കാളി, ഉള്ളി, മുളക്, വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി, ഈ 5 സാധനങ്ങൾ ഇപ്പൊ ഇവിടെ അരിഞ്ഞ് പങ്കൻ എന്ന് പറയുന്ന മഹത് വ്യക്തി സെറ്റാക്കി തന്നിട്ടുണ്ട് അല്ലേ വാറ്റി. അപ്പോഴേക്ക് ഞങ്ങൾ കഞ്ഞിക്കുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെ നമ്മളിവിടെ കുച്ചിപ്പുടി കളിക്കുന്നുണ്ട്. അവര് ചെയ്യും ഒത്തിരി ഇഷ്ടമാണ്. താതിരികട് തൂമ്പ് തിരികട് തിം തിരികട് ഞം തിരികട് തത്ത തിരികട് തോമ്പ് തിരികട് തിന്തി തിരികട് താത്ത തിരികട് ഗായ്സ്. അപ്പൊ നമ്മുടെ സോയാബീൻ വറുത്താണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ സോയാബീൻ വെള്ളത്തിലിരുന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണ തീർന്നോ ഗായ്സ്? അപ്പൊ നമ്മൾ അടുക്കള കയറിയപ്പോഴേക്ക് എണ്ണ തീർന്നിട്ടുണ്ട്. എണ്ണ കാത്തിരിക്കുക തീരാൻ. അപ്പൊ ഗായ്സ് നമ്മുടെ സോയാബീനിന്റെ നമ്മുടെ ചട്ടിയല്ല കുടം നിറഞ്ഞ് പോവാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ അല്ലേ, സന്ധ്യല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വേഗം കറിയൊക്കെ വെക്കാനുള്ള പരിപാടി നോക്കാം ഗായ്സ്. ആണ് നമ്മുടെ സോയാബീൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞ് എന്താക്കാം, സോയാബീൻ നമ്മുടെ എന്താ പാത്രത്തിലേക്ക് ഇടാം. എണ്ണ ഉള്ള എണ്ണയൊക്കെ മതി. സോയാബീൻ നല്ല എണ്ണയെല്ലാം വലിച്ചെടുക്കുന്ന സാധനമല്ലേ. അപ്പം സോയാബീൻ നല്ലോണം വെള്ളത്തിലിരുന്ന് കുതിർന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഇത് വറക്കാനുള്ള പരിപാടി നോക്കാം ഗായ്സ്. ഇത് വലിയ സോയാബീൻ ആയതുകൊണ്ട് നമ്മൾ 2 പീസാക്കി മുറിക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ നമ്മൾ 20 പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, അത് 2 പീസസ് ആക്കി നമുക്ക് മുറിക്കാം. വലുതായതുകൊണ്ട് തന്നെ കുറേ ഉണ്ട് ഗൈസ്. ഗായ്സ് അപ്പോൾ നല്ല വെള്ളം നമ്മൾ എടുക്കുന്നത് ടൗണിൽ പോയിട്ട് ഉണ്ടല്ലേ, ടൗണിൽ പോയിട്ടാണ് എടുക്കുന്നത്. വീട് എടുക്കുമ്പോഴേക്ക് ചലച്ചുകൊണ്ട് അങ്ങ് വന്നോളും. ടൗണിൽ പോയിട്ട് അവര് പൈപ്പിൽ നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. നല്ല വെള്ളം എടുത്തോണ്ട് വരുന്നത്. എന്നിട്ട് അത് അവർ കുളത്തിൽ ചുമന്ന് ഇവരെ നമുക്ക് സ്വന്തം കയറാൻ പറ്റുന്നില്ല സ്റ്റെപ്പ്. അപ്പോഴേ കൂടെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് വെള്ളം ചുമടത്തിൻ്റെ കഷ്ടപ്പാട് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ 2 കുടം അതെ 2 കുട്ടികൾ, എൻ്റെ എത്രയുള്ള കുട്ടികളാണ് അവർ കുടം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവർ ചുമന്നുകൊണ്ട് ഭയങ്കര സ്റ്റാമിന ഉള്ളവരാണ്. ഇവർക്ക് സ്റ്റാമിന കൊടുക്കട്ടെ. പക്ഷേ നമ്മൾ വെള്ളമാണേലോ പെട്ടെന്ന് തീരുകയും ചെയ്യും. പക്ഷെ അവരെടുത്തോണ്ട് വരുന്ന കഷ്ടപ്പാട് ഓർക്കുമ്പോൾ ഭയങ്കരമാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ വാവാറ്റിതേ വെള്ളത്തിലേക്ക് അരി ഇടാൻ വേണ്ടി പോകുന്ന വെച്ചാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ റെഡി 1 2 3 ഗോ. വാവ്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായി അരി ഇട്ട സന്തോഷം.
ഇല്ല കേട്ടോ ഗൈസ്, നമ്മളാണ് എപ്പോഴും അരി ഇടാറുള്ളത്. മോസ്റ്റ് ആയിട്ട് അമ്മയിലൂടെ അരി കഴുകാനും അയ്യോ മേത്ത് അരി കഴുകാനും. ഗായ്സ് ഇതെങ്ങനെ വാർക്കൂന്ന് ഓർത്താണ് നമുക്ക് ടെൻഷൻ. എങ്ങനെ വാർക്കൂന്ന് ഓർത്ത് ടെൻഷൻ ഉണ്ട്. ഇപ്പൊ അരിപ്പ് പോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ട്, വാർത്ത് വീട്ടിൽ പോലും വാർക്കാൻ സമ്മതിക്കില്ല. അത് തന്നെ ദൈവമേ സത്യമായിട്ടും. അതെ ഗായ്സ്, അപ്പോൾ ഒരു വിഷയം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള കയറിയപാടെ എണ്ണ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് വറുത്ത് കറി വെക്കാനുള്ള ചാൻസ് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മമ്മേൻ്റെ ഐഡിയയിലാണ് നമ്മളിന്ന് സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഞാനെടുത്തു എടാ പൊട്ടനെ ഇപ്പൊ ഈ തൽക്കാലം ഈ വെള്ളം എടുത്തോ. എടാ എനിക്ക് നോക്ക്, സോയാബീൻ രണ്ടെണ്ണാക്കി മുറിക്കണ്ടേ? എന്താ നേരത്തെ മഹത് വ്യക്തി എന്താ എന്നോട് പറഞ്ഞോണ്ടിരുന്നേ? മുറിക്കണ്ടാന്നോ? കത്തി മുറിക്കുന്ന മുറിക്കാത്ത കണക്കാ. പിച്ച് കിട്ടോ? പൊട്ടനാണല്ലോ ദൈവമേ. ഇവിടെ വന്നതിന് ശേഷം എല്ലാം തലതിരിഞ്ഞു. അതെ, അരി എടുത്ത് നോക്കി നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ പായസം കുടിച്ചാൽ നല്ല സാധനം. സ്പെഷ്യൽ ഫുഡ് നമുക്ക് പറയാം. ഇതിനെ കാട്ടിക്കൊണ്ടുവിടറാ, കയ്യിലൊരു 50 ബില്ലും കൊടുക്ക്. ഏത് മണ്ണാണത്? എനിക്കറിയില്ല. നിങ്ങളൊക്കെ പൂറ്റുവേനയാണ് ഈ ടൈൽസിൽ നിന്നിട്ട് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര വേനയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ നിൽക്കാണ് രക്ഷയുള്ളൂ. ഞാനേ കണ്ടുള്ളൂ. എന്റെ വേണ്ടാത്ത ഇനി അങ്ങനെയൊക്കെ നിന്നാ എന്റെ അടുക്കണ്ടേ? ഇല്ല കേട്ടോ, എനിക്കില്ല. ചുളുങ്ങിയൊക്കെ ഇരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെ പാൻ്റെ തന്നെ 2 കളിയൊന്നും ഒറ്റ കളയാൻ പറയും. ഒരു 2 കളി കൂടെ ഒറ്റ നിന്റെ മുമ്പിൽ ബാഗിലൊക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ എണ്ണയില്ലാത്തതുകൊണ്ട് നമ്മൾ സോയാബീൻ കറി വെക്കാൻ പോകുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോയാബീൻ നമ്മളിതേ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എടാ ഇതൊന്ന് ചാടിക്കടാതെ, അതിനകത്തൊരു പീസ് ഉണ്ട് പ്ലേറ്റിൽ. ഓക്കെ, ഉപ്പിട് ഗായ്സ്. അപ്പോൾ നമ്മളിത് സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം. ആ വെളുത്തുള്ളി ഇട്ടോ, എല്ലാം ഇട്ടോ. വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, മുളക്, ഇഞ്ചി. ഇത് വെന്തു. ചോറുണ്ടോ? ചോറുണ്ടോ? ഇല്ല, ഇച്ചിരി ഉണ്ട്. വെന്തു. വെന്തുപോല. ഓക്കെ, ഇനി ഉപ്പിട്. അപ്പൊ ഗായ്സ് നമുക്ക് ഇനി ചേർക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോഴെടുക്കാം, ഉപ്പിട്ടിട്ട് ഇളക്കാം. ഇനിയിപ്പോ പഞ്ചസാര എടുത്തോണ്ട് വരുമോ? ഗായ്സ് നമ്മളത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി തിളക്കട്ടെ. അപ്പൊ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വേഗന്നോടെ വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ്. അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗായ്സ്. ഇല്ലേ ബാബാജി? നല്ല രസമുണ്ട് കാണാനായിട്ട്. അതന്നെ, എല്ലാ കളറും കൂടി പച്ച കളറൊക്കെ നല്ല രസമുണ്ട്. നമുക്കിത് വേവിച്ച് റെഡിയാക്കാം കേട്ടോ. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പൊ അതിനെ വെള്ളം നമുക്ക് വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. അപ്പോൾ ഇതേ വെള്ളം വാറ്റി ഊറ്റിക്കളയാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഊറ്റുവാണെങ്കിൽ നമ്മുടെ ചോറ് അധികം വെന്തിട്ടുണ്ടെങ്കിൽ അധികം വേവാതെ ആകും. അങ്ങനെ ഒരു ഐഡിയയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ മമ്മേൻ്റെ ഐഡിയ ആണ്. ഈ വെള്ളമല്ല, നല്ല വെള്ളം അവിടെ എടുത്തിട്ടുണ്ട്. വേഗം എടുത്തോ. ആ വെള്ളം എടുത്തിട്ട് വരെ എടുത്തിട്ട് വാ. പകുതി ഒഴിച്ചോ. വാ, മതിയേ. ഇനി അതും കൂടി ഊറ്റിക്കോ. അപ്പൊ നമുക്ക് വാർക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഇത്രയും വലിയ അരിപ്പ് പോലത്തെ ഇതുണ്ട്. വാർക്കാനിട്ട് മമ്മ സമ്മതിക്കുവോ? അതല്ല, ഇവിടെ വാർക്കാൻ ഒന്നുമില്ല. അത് തന്നെ, വാർക്കക്കലവും മറ്റേ അടവരക്കൊന്നും കണ്ടില്ല. വെള്ളം അങ്ങനെ വെള്ളം വാലാൻ പറ്റി ഇങ്ങനെ വെച്ചോണ്ട് ഞാനിവിടെ കുറച്ചു നേരം കറി അപ്പോഴേക്ക് ഞാൻ സെറ്റ് ആക്കാം കേട്ടോ.
അപ്പോൾ ഗായ്സ് നമ്മളിത് എങ്ങനെയും ഇതൊന്ന് വെള്ളം കളഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് കഞ്ഞി വാർക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല, കാരണം നമുക്കിപ്പോൾ വാർത്ത് ശീലമില്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ വാർക്കാലില്ല, അടമലകയില്ല. അപ്പോൾ നമ്മൾ നോക്കാമായിരുന്നു. അപ്പോൾ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ആവി കയറും, കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ ഈ ഒരു ഐഡിയ ആണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ചോറ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വെള്ളം ഫുള്ള് ഈ സൈഡിലേക്കാകും, ചോറൊരു വശത്തേക്കും ആകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറിലുള്ള വെള്ളം എല്ലാം പോയി കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഗായ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കറി നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെന്ത കറി ഫുള്ള് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആ വെള്ളം അടക്കണം. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ഇതേ സ്പെഷ്യലായിട്ട് എന്തോ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ സാധനം ഗായ്സ്? പനിയാരം ഗായ്സ്. ഇതെന്തോ ഉണ്ടേന്ന് മനസ്സിലാവും. ഇത് സോയാബീൻ കറി കേട്ടോ, നമ്മളുണ്ടാക്കുന്ന കറിയാ ഗായ്സ്. എങ്ങനെയുണ്ട് പറ്റേ? ടേസ്റ്റ് ഉണ്ടോ? കറിക്ക് എരിവ് മാത്രമേ ഉള്ളൂ. എരിവ് മാത്രമേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് ദൈവം? ഈ കറി കഴിച്ചാൽ പണി കിട്ടൂടാ? ഇഡലി വറുത്തത് ഗൈസ് ഞാനൊന്ന് കഴിച്ചു നോക്കാട്ടോ. ഗായ്സ് ഇപ്പം പനിയാരം എന്ന് പറഞ്ഞ സാധനം തിന്നുവാണ്. ഡയലോഗ് എന്താ ചെയ്തിട്ടുണ്ടല്ലോ ഇതിന്റെ പനിയാരത്തിന്റെ. അയ്യോ എനിക്കിഷ്ടമായില്ലത്. അയ്യോ എനിക്കിഷ്ടമല്ല. അയ്യോ എനിക്ക് വേണ്ട. ഇഡലി വറുത്ത പോലെ ഉണ്ട്, എനിക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല ഗായ്സ്. അപ്പം നമ്മുടെ സോയാബീൻ നോക്ക് മുഴുവനായിട്ട് കറി ഫുള്ള് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. സൈഡിൽ പിടിച്ചോട്ടോ. അപ്പൊ നമ്മളിങ്ങനെ അതെടുത്ത് പിടിച്ചോ, പ്ലക്കർ എടുത്ത് പിടിച്ചോ, അല്ലെങ്കിൽ നോക്ക് അതിന്റെ അടിക്കാം. ദൈവമേ കണ്ടില്ലേ, കഞ്ഞി നമ്മൾ വാർത്തത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഐഡിയ പരീക്ഷിക്കാം ഗായ്സ്. ഇത് കേൾക്കും. അപ്പം നമുക്ക് രണ്ട് ചീഞ്ചട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പം ഗായ്സ് നമ്മൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതൊരാവശ്യത്തിനൊന്നുമില്ല, അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്കും അതേ കൂടി പോയിട്ടില്ലേ പറ്റില്ല, അല്ലെ നമ്മളിന്ന് പട്ടിണി കിടക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലെ പൂച്ചയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുമ്പോൾ നമ്മുടെ ആദ്യം ഒന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പൊ വെന്ത പാടെ നമ്മളിങ്ങനെ കോരി വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വറ്റി കഴിയുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പൊ ആ മെത്തേഡാണ് നമ്മളോട് യൂസ് ചെയ്തത്. അപ്പം ഇതുണ്ടല്ലേ, നമുക്ക് ഇനിയിപ്പം രണ്ട് ചീഞ്ചട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ഐഡിയ ചെയ്യുന്നത്. ശരി പേടിച്ചു പോയി. ആണോ? ഞങ്ങള് പേടിച്ചു പോയി എങ്കിൽ. ആ ഫുഡ് കഴിക്കണേ, കഴിച്ചിട്ട് പോയാൽ മതി. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ. ആ സെറ്റ്. ഓക്കെ. ശരി. സെറ്റ്. ഗായ്സ് കഥകൾ ഓക്കെയാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ അങ്കിളിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ നമ്മുടെ കാര്യത്തിലാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചോ എപ്പോഴും വന്ന് നമ്മുടെ ഒപ്പം അന്വേഷിക്കുന്ന അങ്കിളാണത് അല്ലേ? ഇല്ല, അവരെ കൊണ്ടുപോയി. വെള്ളം കുടിക്കാനാണോ? ഗായ്സ് അപ്പം നമ്മുടെ ഈ അങ്കിൾ എപ്പോഴും വന്നിട്ട് നമ്മളോട് ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ, പാല് കുടിച്ചോ, വേഗം ലോക്ക് ചെയ്യാൻ. അപ്പൊ നമ്മളെ അത്രയും നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു അങ്കിളാണ് അതല്ലേ. അവരെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നെ നിങ്ങൾ കഴിക്കുന്ന നോക്കി സന്തോഷിക്കുന്ന അങ്കിളാണ്. പാലൊന്നും ഇല്ല, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരും. അപ്പൊ അങ്കിളിന് നെഞ്ചുവേനായിട്ട് അങ്കിള് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നല്ലേ? ഇന്നലെ ഇന്നോ ആണ് വരാതിരുന്നത്. അപ്പം ആ അങ്കിള് വന്നിട്ട് ഇപ്പൊ ഞാൻ ഞങ്ങളെ തമിഴ് അറിയാത്തോണ്ട് എന്താ പറയേണ്ടതല്ല. അതും അങ്കിളിന് തമിഴ് നമുക്ക് മനസ്സിലാവില്ല, ചെന്തമിഴ് കൂടി തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കുക്ക് ചെയ്യുന്നത് അങ്കിള് ഞെട്ടിപ്പോയി. അങ്കിളപ്പൊ രാവിലെ വന്നിട്ട് ഇവിടെ അടുക്കളക്കാരുടെ പുകേനെ നമ്മള് കാണാറുണ്ട്. ഇപ്പോഴാണ് വീട്ടില് മമ്മയായാലും കിടന്ന് കഷ്ടപ്പെടുന്നതായത് നമുക്കിപ്പോ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. വീട്ടില് ഗ്യാസില്ലാത്ത ടൈമില് പുകയടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പൊ പുകഞ്ഞോണ്ട് അറിയാം നമ്മ കുക്കിംഗ് ഉണ്ടാക്കുമ്പോൾ എന്തായി അമ്മ കറിയായോ. അപ്പം അമ്മ വീട്ടില് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും കറിയായോ ചോറായെന്നൊക്കെ പോയി നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പോ കഷ്ടപ്പാട് നമുക്ക് ശരിക്കും. രാവിലെ ഞാനും പോകുമ്പോഴാണല്ലോ അമ്മ 6 മണിക്കൊക്കെ 5 മണിക്കൊക്കെ എണീറ്റിട്ടാണ് കേട്ടോ ഗൈസ് ഫുഡ് ഉണ്ടാക്കുക. നമുക്ക് അടുക്കളയിൽ നിൽക്കാന്ന് പറയാൻ നമ്മൾ ഇങ്ങനെ പറയും അടുക്കള കയറണം ഫുഡ് പിന്നെ പറയണ്ട. അപ്പൊ നിന്ന് ഭയങ്കര കഷ്ടപ്പാട്. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് സത്യമായിട്ട്. അങ്ങനെ നമ്മളെന്താ കറിക്ക് നമ്മൾ വഴറ്റി വെച്ച സാധനങ്ങളെല്ലാം കോരിയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഇതിനകത്താണ് നമ്മൾ ഇതിന്റെ മസാലകൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്. മമ്മേനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോടാ ചെയ്യുന്നല്ലോ, അത് സ്വന്തം കഴിവുകൊണ്ടല്ല കേട്ടോ. ഇനിയിപ്പോൾ സ്വന്തം കഴിവെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നതാണ് നമ്മുടെ അവരോട് അഭിപ്രായം ചോദിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊടികളൊക്കെ നമുക്ക് സെറ്റാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഗായ്സ് ഇപ്പൊ നമുക്ക് വേണ്ട
വേണ്ട പൊടികളൊക്കെ നിങ്ങളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലേ, മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആകും കേട്ടോ. ഇവിടെ ബോട്ടിലൊന്നും അല്ല ഇത് മല്ലി. ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ്, ഇത് നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡറാണ്, ഇത് നമ്മുടെ ചിക്കൻ മസാലയാണ്, ഇത് ഗരം മസാലയാണ്, ഇത് മുളക് പൊടിയാണ്, ഇത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ മൂന്ന് കതിർപ്പ് കറിവേപ്പില. ഉപ്പ് പിന്നെ നമ്മുടെ ചീഞ്ചിട്ട് ഈ ചീഞ്ചിട്ടാണ്. അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഓയിൽ അടുത്തടുത്ത് വെച്ചോട്ടോ. ഓഫ് ചെയ്തോ. അത് മതി, അത് മതി, സിമ്മില് മതി. അയ്യോ അത്ര വേണ്ട കുഞ്ഞേച്ചി, കത്തു ഉള്ളിക്കൂടി. ചട്ടി ഇത് പിടിക്കാനുള്ള സാധനം. അയ്യോ അത് എടുക്കല്ലേ, എന്റെ ചോറ് പോകുവേ. പൊട്ടനാണേ ഉള്ള ഉള്ളിപ്പാത്രത്തിൽ വരെ ചോറ് കൊണ്ടുവച്ചില്ലേ. ഞാൻ എവിടേക്ക് ചോറ് കണ്ടോ, വേറെ സ്ഥലമില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യാ, ഒന്നും തട്ടി എന്റെ ചോറ് കളയല്ലേ. നീക്കി വെക്കാൻ എന്താ നീക്കി വെക്കാൻ ആ സാധനം എടുക്കാം. എന്റെ ചോറ് കുഞ്ഞാറ്റി വേണ്ട കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയാണോ ഓയിലാണോ എന്തോ. ഓയിലാ മാറി നല്ല പൊട്ടിത്തെറിക്കും. കഴിഞ്ഞ സ്ലിപ്പായി. ഓക്കെ, അപ്പൊ കടുക് നിലത്ത് വീണ അടി കൂടുന്നതാണ് ശാസ്ത്രം. കടുകും കടലയും കൂടിയാണ് കേട്ടോ. കടലയാ നമ്മള് ഈ മിക്സറിലൊക്കെ ഉണ്ടാകും. കടുക് ഇപ്പൊ നിലത്ത് ചാടും. നോക്കാം. പരിപ്പാണോ അല്ലെങ്കിൽ കടലയല്ല. അത് ചൂടായെങ്കിൽ എണ്ണ ചൂടായിട്ടില്ല. അപ്പൊ എണ്ണ ചൂടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കടുകിടാം. കറിവേപ്പില വാശിയുണ്ടേ, അതിപ്പോ വേണ്ട, ടൈമിങ് ഇതാക്കിയത്. അപ്പൊ നമുക്ക് നമ്മുടെ കറിവേപ്പില കഴുകി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ആകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പൂൺ ഉണ്ടോ ഇത് എടുത്തിടാൻ? കടുക് ഇപ്പൊ എങ്ങനെ എടുത്തിടും? 2 നൂല് ഇട്ടാൽ മതി. ഇതൊക്കെ എന്റെ കയ്യിൽ വെള്ളം. ഓ മൈ ഗോഡ്, വേണ്ട സ്പൂൺ നമുക്ക് അവിടെ മഞ്ഞൾപ്പൊടി എടുത്ത സ്പൂൺ എടുക്കുക. ഈ ഒരു സ്പൂൺ ഇട്ടാ ഈ സ്പൂൺ വേണ്ട അല്ലേ? എണ്ണ ചൂടായോ? ഇല്ല, എണ്ണ ചൂടായിട്ടില്ല. അയ്യോ അത്രയും കൂട്ടി വെക്കണ്ട, കരിഞ്ഞങ്ങ് പോവും. എണ്ണ ചൂടാവാനാ? മറ്റേ കടുക് ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ അയ്യോ ചൂട് മാത്രം സഹിക്കാൻ പറ്റുന്നില്ലടാ. ഒരു കടുകിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഞങ്ങൾക്ക് ക്ഷമാന്നൊന്നുമില്ല. ഇല്ലല്ലോ ഗായ്സ്, അപ്പൊ കടുക് നമുക്ക് ഇടാം. ഇത്രയും വേണ്ടാന്നോ? പൊട്ടിത്തെറിക്കാൻ പോണേ. ഓക്കെ, കടുക് ആവട്ടെ എന്നിട്ട് എടുക്കാം. കടുകായിട്ട് നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അയ്യോ, മമ്മേനെ പോലെ മമ്മക്ക് ഇങ്ങനെ ഗൈസ് കറിവേപ്പില കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് മുഴുവൻ ഒരു കറിയിലിട്ട് വെക്കും. അത് പാത്രം അടച്ചു വെച്ചോട്ടോ, അല്ലെ കടുക് മറിയും. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റവ് ഓഫ് ആക്കിയിട്ട് പൊടിയിടാം. അല്ലെ ഗായ്സ്, അപ്പൊ നമ്മുടെ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ പാടെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ കറിവേപ്പില. അയ്യോ അത് കത്തി പോവും കൊച്ചേ. ഗായ്സ്, അപ്പൊ നമ്മുടെ ഒരു തോന്ന അളവിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് കേട്ടോ. അല്ലേ പറ്റി? കറിവേപ്പില ഇടണം അല്ലേ? ഇങ്ങനെ എണ്ണ മണം, ഓയിൽ മണം. നമുക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അയ്യോ ഗായ്സ്, ഈ പൊടികൾ നമുക്ക് വറുത്തില്ല, പച്ചമണം മാറ്റി വെക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത കസ്റ്റ്. ഓ വാവ്, നല്ല മണം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കറി തിന്നിട്ട് കാര്യമില്ല. ഞാൻ ഷെഫായ ഞാൻ ഷെഫ് ഡയാരയാണ് പറയുന്നത്. കറി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കാരണം ഞാനാണ് ഉണ്ടാക്കിയത്, അവരോട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊക്കെ സാധനം അരിഞ്ഞു തന്നെ ഈ മൂക്കുത്തി കൊണ്ട് നോർത്ത്. എന്താ നന്നായി. പൊടി ഭയങ്കരമായിട്ട് കരിയുന്നുണ്ടോ? ഇല്ല ഇല്ല, കുറച്ചുകൂടെ ഇളക്ക്. അപ്പൊ കരിഞ്ഞു പോകാതെ നമുക്ക് ഇളക്കണ്ട. എന്താ പൊട്ടത്തരം പറയാ, നന്നായിട്ട് ഇളക്കിക്കോ. ഇത് അടിച്ചു പിടിക്കുന്നവരെ കേട്ടോ. ഇല്ല, മതി 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 മതി. നന്നായിട്ട് ഇളക്കും ചേച്ചി, കുറച്ചും കൂടി മതി മതി. കുറച്ചുകൂടി നന്നായിട്ട് ഇളക്കിക്കോ. ഉപ്പിടണ്ടല്ലോ, ഉപ്പിലാരെങ്കിലും കൈവശം തന്നോ? എനിക്ക് ഉപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ മുതൽ ചോദിക്കുന്ന ഉപ്പിന്റെ കാര്യം. നന്നായിട്ട് ഇളക്കും ചേച്ചി. മതിയല്ലോ, അത് സ്മെല്ലൊക്കെ മാറിയോ? നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല വറുത്ത സ്മെല്ല് വരുന്നുണ്ട്. സ്മെല്ല് കേട്ട് എല്ലാവരും ഓടി വരുന്ന എനിക്ക് സംശയമുണ്ട്.
ഹൊസ് കുറച്ചു നേരം കൂടി ഇളക്കിക്കോ. നമ്മുടെ എന്ത് നേരത്തെ നമ്മുടെ വയറ്റി വെച്ച സാധനം ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാവാറ്റപ്പൊട്ടൻ മണത്ത് നോക്കിയിരുന്നുകൊണ്ട് കറക്റ്റ് സമയത്ത് അത് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ കുറ്റം കൂടെ ഇരിക്കാം. പിന്നെ ക്യാമറമാൻ എന്ത് പൊട്ടനാ? വിഡിയാ, നോട്ട് പൊട്ടൻ. മാം വിഡി. അപ്പൊ നമ്മുടെ കറി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പല ആംഗിളിൽ നിന്ന് എടുക്കുവാണ് കേട്ടോ. യെസ്. അപ്പൊ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ വാറ്റി? അതെ അതെ. എനിക്ക് തുമ്മാനും വരുന്നുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് ഓടിക്കോ? എനിക്ക് ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ എല്ലാവർക്കും എനിക്ക് ജലദോഷം പിടിക്കും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക്. അതെ അതെ അതെ. ഓക്കെ. ഫ്ലെയിം ഇച്ചിരി കൂട്ടിക്കോട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടോ. കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം തോന്നുന്നു. ആ ശരിയാ. നോക്കാം. ഉപ്പില്ല, കല്ലുപ്പാണ്. ബി കെയർഫുൾ. കറി നന്നായിട്ട് വറ്റിക്കണോ? അറിയില്ല, നമുക്ക് നോക്കാം. നമ്മുടെ കറി നോക്ക്, നല്ല സ്മെല്ലൊക്കെ വന്ന് നല്ല രസത്തിലായിട്ടുണ്ട്. നോക്ക് ഇല്ലേ പങ്ക? കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ കറീൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ. നമുക്ക് ഉണ്ടാക്കിയ സ്ഥിതിക്ക് കുക്കായ ഞാനൊന്ന് കഴിച്ചു നോക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് കാണുന്നുള്ളോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു സോയയുടെ പീസ് വെച്ചിട്ടുണ്ട്. ചൂട് ഭയങ്കര ചൂടാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാലോ. ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ടെസ്റ്റ് ചെയ്യും. അവറ്റി ഇപ്പോഴും ചോറിന്റെ പരിപാടിയിലാണ്. കൈ കളിക്കുക. അത് ഇതാ കഴിച്ച് കൊടുക്കാൻ പോണേ. അങ്ങനെയുണ്ട്. ടേസ്റ്റില്ലേ? വിചാരിച്ചോലല്ലേ? ചിക്കനൊക്കെ എനിക്ക് അറിയാം കേട്ടോ. നമ്മുടെ പൈനിലേക്കാണ് അടുത്തേക്ക് കൊടുക്കുന്നത്. നല്ല രസമുണ്ടല്ലേ? അപ്പൊ നമ്മുടെ സോയാബീൻ കറി അങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ, നമ്മൾ കുറെ സോയാബീൻ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പിശിക്കൻ ബാബാറ്റാണ് സോയാബീൻ ഇടാൻ പക്ഷെ ഇച്ചിരി കൂടി കൂടുതൽ എടുക്കാറുണ്ടല്ലേ? വലിയ സോയാബീൻ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ. അപ്പൊ കറീൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി ചോറിന്റെ കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ചോറ് ഇതാ അടിപൊളിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എളുപ്പത്തിൽ നമ്മൾ വാർത്ത് നമ്മുടെ അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ? വാവ്. ചോറ് നമുക്ക് സൈഡിലൊക്കെ വെക്കാം. പിന്നെ ഈ നമുക്ക് അടുക്കള ചെയ്ത് വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ. ജസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മുടെ അടിപൊളി സോയാബീൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി ചോറും ഇന്നിവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചീഞ്ചട്ടി ഇല്ലാത്തപ്പോൾ എങ്ങനെ ചീഞ്ചട്ടി ഉപയോഗിക്കാം, അതുപോലെ തന്നെ എണ്ണയില്ലാതെ എങ്ങനെ സോയാബീൻ വറക്കാം, അതുപോലെ തന്നെ പിന്നെന്താ വാർക്കലവും അതുപോലെ തന്നെ അടവരകയില്ലാതെ എങ്ങനെ ചോറ് വാർക്കാം എന്നുള്ള ഐഡിയകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗായ്സ്. മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാൻ വേണ്ടി മറക്കരുത് മുഴുവനാ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകും. അപ്പം മാടി വിളിക്കുവാണ്. അപ്പം ഗായ്സ് ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്ന് അറിയില്ല, നമ്മുടെ ഫുഡിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കാണാൻ പറയാമല്ലോ, സോ ടേസ്റ്റി ഫുഡുണ്ട്. അപ്പം മമ്മേൻ്റെ കൈപ്പിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മമ്മയില്ലാത്തൊരു വിഷമം കൂടി നമുക്കുണ്ട്. അപ്പം മമ്മ ഞങ്ങളെ വിളിച്ചിട്ടിപ്പോൾ മമ്മ ഞങ്ങളെ കുറേ വഴക്ക് പറഞ്ഞത്, വീട്ടിൽ നിൽക്കുമ്പോൾ നീയൊക്കെ പഠിക്കണോടാ, നിനക്കൊന്ന് മാർക്കാൻ പോലും അറിയില്ലേ? വീട്ടിൽ നിന്ന് അറിയുമ്പോൾ അയ്യോ മാർക്കല്ലേ ഓക്കെ ഗായ്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കാം ഗായ്സ്. അപ്പം നമ്മുടെ ഫുഡിൻ്റെ ഫൈനൽ വ്യൂ ആണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ സോയാബീൻ കറിയൊക്കെ നമ്മളിത് മോസ്റ്റ് ആയോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കിട്ടുന്നുമില്ല ഇനിയിപ്പോൾ. കറി എല്ലാം കൂടി മറിയോ ഈശ്വരാ. നോക്കൂ ഗായ്സ്, നല്ല ടേസ്റ്റി അടിപൊളി ബീഫ് പോലെ ഉണ്ട്. കഴിച്ചു നോക്കിയിട്ട് എനിക്ക് തന്നെ ഇതിനകത്ത് നിന്ന് മുക്തി നേടാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ് നമ്മുടെ.
മോസ്റ്റ് കറി അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ചായ മാറ്റത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ 3 റോസസിൻ്റെ ചായപ്പൊടിയാണ്, അടിപൊളി ചായയാണ്. പിന്നെ നമ്മുടെ മോസ്റ്റ് നമ്മുടെ ചോറ്, വാവാറ്റ സ്പെഷ്യൽ ചോറ്. നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ് നമ്മളെ മാടി മാടി തിന്നാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒട്ടും വെയിറ്റ് ചെയ്യണ്ട ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം മതി. പോവല്ലേ? ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ സോയാബീൻ കറിയും നമ്മുടെ അടിപൊളി തുമ്പപ്പൂ പോലത്തെ ചോറും ഇതാ അവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടല്ലേ. കൂടെ ചായ ഉണ്ടായിരുന്നേ. അപ്പം നമ്മളെല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പം ഞാനാണ് ചോറ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ അളവൊക്കെ ചോദിച്ച് നമ്മളെല്ലാവർക്കും വിളമ്പി കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ ടോട്ടൽ 6 പേരുണ്ട്. അപ്പം നമ്മളെല്ലാവർക്കും വേണ്ടി കറക്റ്റായിട്ടുള്ള അളവിൽ കൂടുതൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നാളത്തേക്കും കൂടി നമുക്ക് കറി എടുക്കുകയും ചെയ്യാം. പിന്നെ എന്താ പറയുക, അപ്പോൾ കറി നമുക്ക് ചിലപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ, എനിക്ക് എസ്പെഷ്യലി ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ ചോറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറി അധികം എനിക്ക് ആവശ്യമാണ്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഏത് ഫുഡ് കഴിച്ചാലും നമ്മൾ വെറുതെ എന്തെങ്കിലും ചവറ് കഴിക്കുന്നുള്ള കഴിച്ചാൽ പോരാ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കണം. ഫുഡ് കഴിക്കുമ്പം മാത്രമല്ല, നല്ല രുചിയുള്ള ഭക്ഷണം നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുക. അതും കുറേ ഒന്നും നമ്മൾ കഴിക്കരുത്. നമ്മുടെ വയറിൽ എപ്പോഴും ചെറിയൊരു സ്പേസ് നമ്മൾ മാറ്റി വെക്കണം. അപ്പം ഇച്ചിരിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. ഇച്ചിരി സ്പേസ് നമ്മൾ മാറ്റിയിടണം. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് തൊണ്ട വരെ എത്താൻ പാകത്തിന് നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. നല്ല ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുക. മാത്രമല്ല, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല വൃത്തിയായിട്ട് കഴിക്കുക. അതേപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഭക്ഷണം എടുത്ത് നമ്മൾ കഴിക്കുക. അല്ലാതെ ഫുഡ് ഒരിക്കലും നമ്മൾ വേസ്റ്റ് ആക്കുകയും ചെയ്യരുത്. അപ്പോൾ ഫുഡിൻ്റെ പ്രാധാന്യം അറിയുന്നവരൊരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കില്ല. ആവശ്യത്തിന് എടുക്കും, ആവശ്യത്തിന് കഴിക്കും. അതുകൊണ്ടുള്ള തന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരോടും ഞാൻ എന്തോരം വേണം എന്ന് അവരുടെ അളവ് ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തത്. നമുക്ക് തോന്നിയ പോലെ കുറേ അങ്ങ് വിളമ്പി കഴിഞ്ഞാൽ അവർ മതിയാക്കുകയും ചെയ്യും, നമ്മുടെ ഫുഡ് മതിയാവുകയും ചെയ്യും, വേസ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ എല്ലാവരുടെയും പാകം ചോദിച്ച് ഞാൻ എല്ലാവർക്കും ഇതേ ഫുഡ് ഇവിടെ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ടി വിയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഫുഡ് വേറൊരാൾക്ക് വിളമ്പി കൊടുത്ത് അവർ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സന്തോഷം തന്നെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മുടെ മനസ്സും നമ്മുടെ വയറും നമ്മൾ അറിയാതെ നിറയും. അപ്പം നമുക്കിന്ന് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്താൽ. ചോറ് ഇട്ടിട്ടുണ്ട്, കറി ഇട്ടിട്ടുണ്ട്. നമുക്കിതാ ഇങ്ങോട്ട് കാണിച്ചു. മമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട്? നമ്മള് വെച്ചോണ്ടാണല്ലോ ചിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയാ? രസമുണ്ടോ? അരിഞ്ഞോണ്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ അത് പറയാ. അപ്പൊ ഞാനല്ലേ ഉണ്ടാക്കിയത്, ഉടായ്പാണല്ലോ എല്ലാം. അപ്പൊ നമ്മുടെ കറിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ബീഫ് ഒരാളെന്നൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ആണ്. അതായത് നമുക്ക് കേൾക്കേണ്ടത്. എനിക്ക് ഇഷ്ടമല്ല. വയസ്സ് എൻ്റെ ഒരു രീതിയാണ്. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടം. എനിക്ക് അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് ഇഷ്ടം. അല്ലേ? അപ്പൊ എല്ലാരും നല്ലതാ സാപ്പിടുറേ. അപ്പൊ നമുക്ക് മനസ്സ് സന്തോഷമാ സന്തോഷമാ ഇருக்கு. ഇവർ കഴിക്കുന്ന കാണുമ്പോൾ സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഗായ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാരും ട്രൈ ചെയ്യാം. നമ്മള് എന്താ അളവറക്കില്ലാതെ വാർക്ക് തളിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് നമ്മളെല്ലാം ചേർത്തിരിക്കുന്നത്. എണ്ണ ഇല്ലാതെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശശിയാ. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.